ചിന്തിച്ചിട്ടില്ലേ? ഇത് ലക്കായിട്ട് കിട്ടിയതാ? നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിട്ടില്ലേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 18ൽ നിന്ന് 1 പിടിച്ചെടുത്തപ്പോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നില്ലേ? നിങ്ങൾ അതിനെ 6 മാറ്റിയപ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷമായില്ലേ? അപ്പൊ നിങ്ങൾക്കില്ലേ, മനുഷ്യന്മാർക്ക് എങ്ങനെയാണെന്നറിയോ? എക്കണോമിക്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ എപ്പോഴും ഗ്രീഡിയാണ്. എന്താ സംഭവം എന്നറിയോ? നമ്മൾ ഇങ്ങനെ 1 കിട്ടിയാ പിന്നെ 2 കിട്ടണം എന്ന് ആശ, 2 കിട്ടിയാലോ 4 കിട്ടണം എന്നാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? നമ്മളതിനെ ഇരട്ടിപ്പിക്കണ്ടേ? എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയാ, നിങ്ങളെല്ലാം പ്ലസിന്റെ ആൾക്കാരാണ്. എങ്ങനെയാ പ്ലസ്? 500 പ്ലസ്, പിന്നെയോ 30 പ്ലസ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് കൃത്യമായൊരു അതായത് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. എന്തിനെ പറ്റിയിട്ട്? വരാൻ പോകുന്ന ദിവസങ്ങളെ പറ്റിയിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഒരു കംപ്ലീറ്റ് വിഷനോട് കൂടിയിട്ടാണ് ആര് സംസാരിക്കുന്നത്? നിങ്ങളുടെ നേതാക്കൾ സംസാരിക്കുന്നത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അത്തരത്തിൽ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ